ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 8ാം ക്ലാസ്സുകാർക്ക് ഒരു 8ൻ്റെ പണി കിട്ടിയ വാർത്തയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെല്ലാവരും കേട്ടിരുന്നു ഈ വർഷം മുതൽ 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ ഒരു നിശ്ചിത മാർക്ക് വാങ്ങിയില്ലെങ്കിൽ തോൽപ്പിക്കും എന്നുള്ള വാർത്ത. അത് എത്രത്തോളം വാസ്തവമായിരുന്നു, എത്രത്തോളം നടപ്പാക്കും എന്നൊന്നും ഇതുവരെ ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. പരീക്ഷയിൽ 30% മാർക്ക് നേടാനാവാത്ത കുട്ടികൾക്ക് അവർ പരാജയപ്പെടുത്തുകയും പിന്നെ അത് വെക്കേഷൻ ക്ലാസ്സുകൾ വെച്ച് പരീക്ഷ നടത്തി അവരെ പാസ്സാക്കുകയും ചെയ്യാം എന്നൊരു ധാരണയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം 8ാം ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് സമ്പ്രദായം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുപരീക്ഷയിൽ 30% മാർക്ക് നേടാനാകാത്തവർക്കായി ഏപ്രിൽ അവസാന വാരം പരീക്ഷ, ഏപ്രിൽ ആദ്യവാരം തന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി നിശ്ചിത മാർക്ക് നേടാനാകാത്തവരെ കണ്ടെത്തി പ്രത്യേകം ക്ലാസ്സുകൾ നൽകിയ ശേഷമാവും പരീക്ഷ നടത്തുക. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പ് തല അധ്യാപക സംഘടനാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. അപ്പോൾ അധ്യാപകരും ഗവൺമെൻറ്റായിട്ടൊരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ അധ്യാപകരും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. 30% മാർക്കില്ലാത്തവരെ പരീക്ഷ എഴുതി അവരെ 30% എത്തിച്ചതിന് ശേഷം മാത്രം പാസ് ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായത്തിലേക്കാണ്. അപ്പോൾ സ്ഥാനക്കയറ്റം നേടാൻ എല്ലാ വിഷയങ്ങൾക്കും എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് വേണമെന്ന സമ്പ്രദായം ഈ വർഷം 8ലും അടുത്ത വർഷങ്ങളിലായി 9, 10 ക്ലാസ്സുകളിലേക്കും വ്യാപിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് നടപടി. അപ്പോൾ ഈ വർഷം 8ാം ക്ലാസ്സിൽ മാത്രമാണ്, അടുത്ത വർഷം മുതൽ 9ലും 10ലും ഇത് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോഴേ 9ലും 10ലൊക്കെ എത്തിയിരിക്കുന്ന കുട്ടികൾ നന്നായി പഠിക്കുക. കാരണം ഇത് തുടക്കം മുതൽ നന്നായി പഠിച്ച് 30%-ലേറെ മാർക്കുകൾ മേടിക്കേണ്ട ഒരിത് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കേഷനൊന്നും ആഘോഷിക്കാൻ പറ്റില്ല. വെക്കേഷന് സ്കൂളിൽ പോയിരുന്നിട്ട് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. എന്നാലും നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിലോട്ട് പോകാൻ കഴിയുള്ളൂ. ഏപ്രിൽ 4 മുമ്പ് 8ാം ക്ലാസ്സിലെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കണമെന്നാണ് തീരുമാനം. അപ്പോൾ ഈ വർഷം 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പേപ്പർ വിതരണം ഉണ്ടായിരിക്കും. ഏപ്രിൽ 4 മുമ്പ് തന്നെ പേപ്പർ വിതരണം ചെയ്ത് അതിലെ മാർക്കിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് ആരൊക്കെ പരീക്ഷ എഴുതണമെന്ന് തീരുമാനിച്ച് ആണിത് നടപ്പിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ടും സ്കൂളിലെ റിസോഴ്സ് ഗ്രൂപ്പ് യോഗം ചേർന്ന് പ്രധാനാധ്യാപകൻ പഠന പിന്തുണ പദ്ധതി തയ്യാറാക്കി നിശ്ചിത മാർക്ക് നേടാനാത്ത കുട്ടികളെ അറിയിക്കുകയും അവരെ രക്ഷിതാക്കളെ അറിയിച്ച ശേഷം ഏപ്രിൽ 8 മുതൽ 24 വരെ രാവിലെ അവർ 9:30 മുതൽ 10:30 വരെ സ്കൂളിൽ പ്രത്യേക ക്ലാസ്സുകൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്കൂളുകളിൽ ക്ലാസ്സുകൾ നടത്തപ്പെടും. ഏപ്രിൽ 25 മുതൽ 28 വരെയാകും പരീക്ഷ. 30-ന് ഫലപ്രഖ്യാപനം നടത്തും. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ വാർത്ത എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 25-നാണ് പരീക്ഷ. ഏപ്രിൽ 30-ന് റിസൾട്ട് ഉണ്ടാവും. അടുത്ത മാസം SSLC മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ളതിനാൽ പഠന പിന്തുണയ്ക്ക് വേണ്ടത്ര അധ്യാപകരെ ലഭ്യമാകില്ലെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ മാസം തന്നെ, ഏപ്രിൽ മാസം തന്നെ ഇതെല്ലാം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എത്രത്തോളം കുട്ടികൾ 8ാം ക്ലാസ് പരീക്ഷ പൂർണ്ണമായി സീരിയസ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. എങ്കിലും ആദ്യം അവർക്ക് കിട്ടുന്ന ഒരു ചലഞ്ചാണിത്. അപ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. എല്ലാവരും പാസ്സാക്കി വിടാനുള്ളതൊക്കെ ടീച്ചേഴ്സൊക്കെ നോക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ക്ലാസ്സുകളിലെങ്കിലും കുട്ടികൾ നന്നായി പഠിച്ചൊരു 30% മാർക്കെങ്കിലും നേടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരവസരമാണ്. വലിയ ഹയർ സെക്കൻഡറി പോലുള്ള പരീക്ഷ എഴുതുന്ന പോലെ നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതേണ്ടി വരും. അതിൽ പാസ്സായാൽ മാത്രമേ അടുത്ത ക്ലാസ്സിലോട്ട് അവർ കടത്തി വിടുള്ളൂ എന്നാണ് തീരുമാനം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.